ഫ്രിഡ്ജിലെ ഡ്രെയിനേജ് വെള്ളം നിറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ രാവിലെ എനിക്ക് ഫ്രിഡ്ജ് ചേട്ടാ നീക്കി തന്ന സമയത്ത് പിന്നെ ഞാൻ അതിൽ എടുത്തുകൊണ്ട് കളഞ്ഞു. പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീനിങ് ആണ്. അപ്പടി ചെളിയും പൊടിയായിരുന്നു, അകത്തെല്ലാം അപ്പടി ചുക്കിരി വലയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനൊന്നും കഴിഞ്ഞ ദിവസം മാറ്റാൻ ശ്രമിച്ചാണെങ്കിലും നടന്നില്ല, കാരണം കുഞ്ഞമ്മ ഇടയ്ക്ക് കയറുമായിരുന്നു. പിന്നെ ഞാനതങ്ങ് നിർത്തി കേട്ടോ. തുടച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്നൊരു പല്ല് ചാടി. ഞാൻ ഞെട്ടിപ്പോയി, എൻ്റെ ജീവൻ കത്തിപ്പോയ പോലെ തോന്നി, കാരണം നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡ്രെയിനേജ് ബോക്സ്. നല്ല രസമുണ്ട് കാണാൻ, മൊത്തത്തിൽ നിറഞ്ഞിരുന്നുകൊണ്ട് പിന്നെ ഞാനത് ശരിക്കും അങ്ങ് തേച്ചൊരച്ച് കഴുകി. പിന്നെ രാവിലെ തന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചുറക്കിയിട്ട് ഞാനും ഒന്ന് കുളിച്ച് കയറി വന്നേ. ചേട്ടായ സമയത്ത് കടയ്ക്ക് പോയിട്ടുണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ. പിന്നെ ഒരാഴ്ച തന്നെ മേടിക്കുന്നതുകൊണ്ട് പിന്നെ രാവിലെയാണ് പോയി മേടിക്കുന്നത്. കാരണം വൈകുന്നേരം ഇന്നലെ സാധനം മേടിക്കാനൊക്കെ പോയതാണ്. അപ്പം ഭയങ്കര മഴയായിരുന്നു, പിന്നെ മേടിക്കാതെ ഇങ്ങനെ പോകുന്നതാണേ. പിന്നെ രാവിലെ തന്നെ ഞാൻ തിണ്ണയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്, കാരണം അപ്പോൾ ചെളിയും പൊടിയായിരുന്നു. കാരണം ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ ചേട്ടായാണ് ഈ ചെളി മൊത്തം ചവിട്ടി കയറ്റുന്നത്. പിന്നെ ഞാൻ വരുന്നുണ്ടോ ഇടയ്ക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വന്നിട്ട് വേണം കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചു. ഇത് താഴത്തെ വീട്ടിലെ പൂച്ചയാണ്, എപ്പോഴും വരും. കുഞ്ഞിൻ്റെ ബിസ്ക്കറ്റ് തിന്നാൻ വരുന്നതാണേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, കാണാനൊക്കെ ഇഷ്ടമാണ്, വളർത്താനൊന്നും എനിക്കിഷ്ടമല്ല. കാരണം എന്നാ വെച്ചാൽ അറിയാമല്ലോ, പിന്നെ മൊത്തത്തിൽ പൂച്ചപ്പൂടെ അതും ഇതൊക്കെ ആയിരിക്കും. പിന്നെ കുഞ്ഞിനെ തന്നെ പുറകേ നിന്ന് മാറുകയില്ല, കാരണം താഴത്തെ വീട്ടിലെ ചേച്ചിയോട് ചോദിച്ചാണ് പൂച്ചനെ വേണമെന്ന്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇടയ്ക്ക് കുഞ്ഞിനെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ട്, നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചേട്ടാ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ഇനി സാധനം ഒടുക്കി വെക്കലാണ് അടുത്ത പരിപാടി. പിന്നെ കുഞ്ഞിനൊരു ഫീഡിങ് ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇത് വലുതാണ്, ചെറുതൊന്നും ഉണ്ടായിരുന്നു, അതിൻ്റെ ഗ്യാരണ്ടി എല്ലാം തീരാറായതാണ്. പിന്നെ ചേട്ടായി കടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെന്ത് വരുമ്പോൾ ഒരുപാട് താമസിക്കും. പിന്നെ ഞാനൊരു കടി എടുത്ത് കഴിച്ചു കേട്ടോ. ഉള്ളിവടയാണ് കഴിച്ചത്. പിന്നെ ഇന്ന് ചപ്പാത്തിയും പതപ്പറോസ്റ്റും ഉണ്ടാക്കാമെന്ന് ഓർത്താണേ. പിന്നെ മല്ലിയിലൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ആ സമയത്താണ് കുഞ്ഞിന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉടുപ്പെ പിടിച്ച് ഭയങ്കര വലിയായിരുന്നു. എന്തിനാന്ന് വേറൊന്നിനുമല്ല, എന്നോട് കൊഞ്ചുന്നതാണേ, എടുക്കാൻ വേണ്ടിയാണ്. ഏത് സമയം ഇതാ പരിപാടിയെ വലിഞ്ഞു കയറുന്ന ദേഹത്ത് കയറ്റമാണ്. ഭയങ്കര ഇഷ്ടമാവൻ എന്നോട്, അതുകൊണ്ടായിരിക്കും. പിന്നെ പണിയൊന്നും ചെയ്യിക്കുകയല്ല, എപ്പോഴും വന്ന് ദേഹത്ത് കയറും. പിന്നെ ആ സമയത്ത് ഞാൻ അവനെ അവിടെ മാറ്റിക്കൊണ്ട് കളിപ്പാട്ടം കൊടുത്ത് ഇരുത്തിയിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ചേട്ടാപ്പത്തിന് ഇറച്ചിയൊക്കെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് റോസ്റ്റാക്കി എടുത്തു കേട്ടോ. മൊത്തത്തിൽ ഡീറ്റെയിൽസ് പൊടിയൊന്നും ചേർക്കുന്ന കാണിക്കുന്നില്ല, കാരണം എപ്പോഴും കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുകയല്ലേ. പിന്നെ ഒരു 12 മണിയൊക്കെ ആ സമയത്താണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. പിന്നെ കുഞ്ഞിനെ എൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ വെച്ചുകൊണ്ട് പറയുമല്ല. കുരുമുളക് പൊടിയൊക്കെ നല്ല രീതിയിൽ തട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാലും അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്കിഷ്ടമാണേ, ചേട്ടായിക്കും ഇഷ്ടമാണ്. പക്ഷേ ചേട്ടായി എപ്പോഴും പറയും എൻ്റെ അമ്മ വെക്കുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ കഴിക്കുമേ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുമെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കുന്നതാണ്. പിന്നെ മൊത്തത്തിൽ കൊള്ളായിരുന്നു കേട്ടോ. വെള്ളം കുടിക്കുന്നുണ്ട്, നല്ല ചൂടായിരുന്നു കേട്ടോ, പേർത്ത് ഒഴുകുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.